അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനലിൻ്റെ ആവശ്യകതയെക്കുറിച്ചും എന്താണ് ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത് എന്നുകൂടി പറയാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ അറിവുകൾ പഠിച്ച് മനസ്സിലാക്കുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നതും ഇസ്ലാമിലെ ഏറ്റവും പുണ്യമുള്ള ഇബാദത്താണ്. ഒരാൾ ഒരു മതം അറിവ് പഠിച്ചു കഴിഞ്ഞാൽ അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് നമ്മെ ഉത്ബോധിപ്പിക്കുന്ന നിരവധിയായ ഹദീസുകളുണ്ട്. ആയതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പണ്ട് കാലങ്ങളിലൊക്കെ നമുക്ക് മതപരമായ അറിവ് പഠിക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഈ കാലഘട്ടത്തിൽ ഒരുപാട് പരിമിതികൾ നമ്മുടെ മതപരമായ വയല് പോലെയുള്ളവ കേൾക്കുന്നതിന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു മതവിജ്ഞാന വേദി എന്ന നിലയിലാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ആർക്ക് കിട്ടിയാലും അവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുള്ള അറിവുകൾ വല്ലതുമുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക മുതലായവ ചെയ്താൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന മുഖവുരയോടു കൂടെയാണ് ഞങ്ങൾ വീഡിയോയിലേക്ക് കടക്കുന്നത്. ഈ വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കാം. ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്തി വയദൂനനാ റഗബൻ വറഹബ വകാനൂ ലനാ ഖാശിഈൻ. നിശ്ചയം ഇവരെല്ലാം മുമ്പ് പറയപ്പെട്ടുകൊണ്ടിരുന്ന നബിമാർ സൽക്കർമ്മങ്ങളിൽ വേഗത കാണിക്കുകയും പ്രതിഫലം ആശിച്ച് ശിക്ഷ ഭയപ്പെട്ട് നമ്മെ വിളിക്കുകയും ചെയ്തിരുന്നു. അവരെല്ലാം നമ്മോട് ഭയത്തോടെ താഴ്മ കാണിക്കുന്നവരുമായിരുന്നു. വബശ്ശിരിൽ മുഖ്ബിത്തീനല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും. താഴ്മയോടുകൂടി വഴിപ്പെട്ടവർക്ക് സ്വർഗത്തെപ്പറ്റിയും മറ്റും തങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുക. അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെടുമ്പോൾ ഹൃദയം ഭയന്നു പോകുന്നവരാണവർ. ഇന്നഹു കാന ഫരീഖും മിൻ ഇബാദി യഖൂലൂന റബ്ബനാ ആമന്നാ ഫഗ്ഫിർ ലനാ വർഹംനാ വഅൻത ഖൈറുർ റാഹിമീൻ ഫതഖ്തുമൂഹും സിഹ്രിയൻ അത്താ അൻസൗകും ദിക്രി വകുൻതും മിൻഹും തൽഹഖൂൻ ഇന്നി ജസൈതുഹുമുൽ യൗമ ബിമാ സബറു അന്നഹും ഹുമുൽ ഫായിസൂൻ. ഖിയാമത്ത് നാളിൽ കാഫിരീങ്ങളോടുള്ള സംഭാഷണത്തിൻ്റെ ഒടുവിൽ ചോദിക്കപ്പെടും, നിങ്ങൾ ഓർക്കുന്നില്ലേ, എൻ്റെ ദാസന്മാരിൽ പാവങ്ങളായ ഒരു വിഭാഗം എന്നോടിങ്ങനെ പറയാറുള്ളവരായിരുന്നു, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് പുറത്തു തരികയും ഞങ്ങളുടെ മേൽ കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ ഏറ്റവും അധികം കരുണ ചെയ്യുന്നവനാണ്. എന്നാൽ നിങ്ങളവരെ പരിഹസിച്ചു. അവർ എൻ്റെ സ്മരണ പോലും നിങ്ങൾക്ക് മറപ്പിച്ച് കളയുവോളും ആ ജോലി എൻ്റെ സ്മരണ പോലും നിങ്ങൾക്ക് മറപ്പിച്ച് കളയുവോളും നിങ്ങൾ അവരെ പരിഹസിച്ച് ചിരിക്കാറുണ്ടായിരുന്നു. അവർ ക്ഷമിച്ചതിന് ഇന്നവർക്ക് ഞാൻ തന്നെ നൽകിയ പ്രതിഫലം അവർ തന്നെയാണ് വിജയികൾ എന്നതാണ്. സൂറത്ത് മുഅ്മിനൂൻ 109, 111 വരെയുള്ള ആയത്തുകളിലാണ് ഈ പരാമർശം. റിജാലും ലാ തുൽഹീഹിം തിജാറത്തും വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്. പൂർണ്ണ വിശ്വാസികളെ കുറിച്ചുള്ള വർണ്ണനയുടെ അവസാനമായി അള്ളാഹു പറയുന്നു, കൊടുക്കലോ വാങ്ങലോ അവരെ അള്ളാഹുവിൻ്റെ ധ്യാനത്തിൽ നിന്നും അശ്രദ്ധമാക്കുകയില്ല. സൂറത്ത് നൂർ 37. വല ദിക്റുല്ലാഹി അക്ബർ. അള്ളാഹുവിൻ്റെ ഓർമ്മ ഏറ്റവും മഹത്തായതാണ്. സൂറത്തുൽ അൻകബൂത്ത് 45. തതജാഫാ ജുനൂബുഹും അനിൽ മലാജി യദൂന റബ്ബഹും ഖൗഫൻ വതമഅ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഗീനിൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. ശിക്ഷയെക്കുറിച്ചുള്ള ഭയത്തോടെയും അനുഗ്രഹത്തെക്കുറിച്ചുള്ള ആശയോടെയും അവർ തങ്ങളുടെ റബ്ബിനെ വിളിക്കുന്ന നിലയിൽ നിദ്രാസ്ഥാനങ്ങളിൽ നിന്ന് അവരുടെ പാർശ്വങ്ങൾ വേർപ്പെടുന്നതാണ്, അഥവാ അവർ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നതാണ്. നാം അവർക്ക് നൽകിയതിൽ നിന്ന് അവർ ചെലവാക്കുകയും ചെയ്യുന്നതാണ്. അവരുടെ പ്രവൃത്തികൾക്ക് പ്രതിഫലമായി കൺകുളിർപ്പിക്കുന്ന എന്തെല്ലാം സുഖ സൗകര്യങ്ങൾ അവർക്കായി മറച്ചു വെക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ആർക്കും അറിയില്ല. സൂറത്ത് സജദ 16, 17. ഒരു ഹദീസിൽ വരുന്നത്, ഒരു ദാസൻ രാത്രിയുടെ അന്ത്യത്തിൽ അള്ളാഹുവിനോട് ഏറ്റവും അടുത്തവനായി തീരുന്നു.
നിന്നെക്കൊണ്ട് സാധിച്ചാൽ ആ സമയത്ത് അള്ളാഹുവിൻ്റെ ദിക്റ് ചൊല്ലിക്കൊണ്ടിരിക്കുക എന്നാണ്. അത് ജാമിഉ സൈറിൽ വന്ന ഹദീസാണത്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമിൽ ആഖിർ വദക്കറല്ലാഹ കസീറ. നിശ്ചയമായും നിങ്ങൾക്ക്, അതായത് അള്ളാഹുവിനെയും അന്ത്യദിനത്തെയും ഭയപ്പെടുകയും അള്ളാഹുവിനെ അധികമായി ദിക്റ് ചൊല്ലുകയും ചെയ്യുന്ന ഓരോരുത്തർക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ഉത്തമ മാതൃക ഉണ്ടായിരിക്കുന്നു. സൂറത്തുൽ അഹ്സാബ് 21. വദ്ദാക്കിരീന അല്ലാഹ കസീറൻ വദ്ദാക്കിറാത്തി അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വഅജ്റൻ അദീമ. മുഅ്മിനീങ്ങളുടെ ഗുണങ്ങളെക്കുറിച്ച് വിവരിച്ചതിന് ശേഷം അള്ളാഹു പറയുന്നു, അധികമായി അള്ളാഹുവിനെ ദിക്റ് ചൊല്ലുന്ന പുരുഷന്മാരും അധികമായി ദിക്റ് ചെയ്യുന്ന സ്ത്രീകളും ഇവർക്കെല്ലാവർക്കും വേണ്ടി അള്ളാഹു തആല പാപമോചനവും മഹത്തായ പ്രതിഫലവും തയ്യാർ ചെയ്തു വെച്ചിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു ദിക്റുല്ലാഹ ദിക്റൻ കസീറ. ഹേ ഈമാനുള്ളവരെ, അള്ളാഹുവിനെ നിങ്ങൾ വളരെ കൂടുതലായി ദിക്റ് ചൊല്ലിക്കൊണ്ടിരിക്കുകയും രാവിലെയും വൈകുന്നേരവും അവന് തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുക. ഇത് സൂറത്തുൽ അഹ്സാബ് 41, 42 വചനങ്ങളാണ്. വലക്കത് നാദാന നൂഹും വല നിഅമൽ മുജീബൂൻ. നിശ്ചയമായും നൂഹ് അലൈഹിസ്സലാം നമ്മെ വിളിച്ചിരുന്നു, എന്നാൽ നാം വിളി കേൾക്കുന്നവരിൽ ഏറ്റവും ഉത്തമനാണ്. സൂറത്ത് സാഫാത്ത് 75. ഫവൈലുൽ ലിൽ ഖാസിയാതി ഖുലൂബുഹും മിൻ ദിക്രില്ലാ ഉലൈക ഫീ വലാലിൻ മുബീൻ. എന്നാൽ അള്ളാഹുവിൻ്റെ ദിക്ർ കൊണ്ട് ഫലം സിദ്ധിക്കാതെ ഹൃദയം കടുത്തുപോയവർക്കാണ് മഹാനാശം. ഇവർ വ്യക്തമായ വഴികേടിലാണ്. സൂറത്ത് സുമർ 22. അള്ളാഹു നസ്സല അഹ്സനൽ ഹദീസ് കിതാബൻ മുതശാബിഹൻ മസാനി തഖ്ശഇറു മിൻഹു ജുലൂദുല്ലദീന യഖ്ശൗന റബ്ബഹും സുമ്മ തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാഹ് ദാലിക ഹുദല്ലാഹി യഹ്ദീ ബിഹി മൻ യശാ. ഏറ്റവും അഴകായ വചനത്തെ പരസ്പരം സാദൃശ്യമുള്ളതും ആവർത്തിക്കപ്പെടുന്നതുമായ കിതാബിനെ, അതായത് പരിശുദ്ധ ഖുർആനിനെ അള്ളാഹു ഇറക്കിയിരിക്കുന്നു. അതുമൂലം തങ്ങളുടെ റബ്ബിനെ ഭയപ്പെടുന്നവരുടെ ശരീരം രോമാഞ്ചം കൊള്ളുന്നു. പിന്നീട് അവരുടെ ശരീരങ്ങളും ഹൃദയങ്ങളും മാർദ്ദവമായി അള്ളാഹുവിലേക്ക് ദിക്റിനായി തിരിയുന്നു. ഇത് അള്ളാഹുവിങ്കിൽ നിന്നുള്ള ഹിദായത്താണ്, മാർഗദർശനമാണ്. ഇത് മുഖേന അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഹിദായത്ത് നൽകുന്നു. സൂറത്ത് സുമർ 23. ഫദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ വലൗ കരിഹൽ കാഫിറൂൻ. അതുകൊണ്ട് ദീനിനെ അള്ളാഹുവിന് വേണ്ടി നിഷ്കളങ്കരാക്കിയവരായി നിങ്ങൾ അള്ളാഹുവിനെ വിളിക്കുക. കാഫിരിങ്ങൾ അതെത്ര വെറുത്താലും ശരി. സൂറത്ത് ഗാഫിർ 14. ഹുവൽ ഹയ്യ് ലാ ഇലാഹ ഇല്ലാ ഹുവ ഫദൂഹു മുഖ്ലിസീന ലഹുദ്ദീൻ. അവനാണ് ജീവിച്ചിരിക്കുന്നവൻ, അവനല്ലാതെ ആരാധനയ്ക്ക് അർഹൻ മറ്റാരുമില്ല. അതുകൊണ്ട് നിഷ്കളങ്കമായ വിശ്വാസത്തോടെ അവനെ നിങ്ങൾ വിളിച്ചു കൊണ്ടിരിക്കുവിൻ. സൂറത്ത് ഗാഫിർ 65. വമൻ യഗ്ശു അൻ ദിക്രി റഹ്മാനി നുകയ്യിദ് ലഹു ശൈത്വാനൻ വഹുവ ലഹു കരീൻ. റഹ്മാന്റെ സ്മരണ വിട്ട് വല്ലവനും മനഃപൂർവ്വം അന്ധനായി ജീവിക്കുകയാണെങ്കിൽ അവൻ്റെ മേൽ ഒരു ശൈത്വാനെ നാം നിയോഗിക്കുന്നതാണ്. അപ്പോൾ അവൻ എല്ലാ സമയത്തും അവൻ്റെ കൂടെ ഉണ്ടായിരിക്കുന്നതാണ്. സൂറത്ത് സുഹ്റുഫ് 36. മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ റുഹമാഉ ബൈനഹും തറാഹും റുക്കഅൻ സുജദൻ യബ്തഗൂന ഫളൻ മിനല്ലാഹി വറിദ്വാന സീമാഹും ഫീ വുജൂഹിഹിം മിൻ അസരി സുജൂദ് ذلك مثلهم بالتوراة ومثلهم بالإنجيل كزرع أخرج شطأه فآزره واستغلظ واستوى على سوقه يعجب الزراع ليغيظ بهم الكفار وعد الله الذين آمنوا وعملوا الصالحات منهم مغفرة وأجرا عظيما. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദൂതനാണ്. തങ്ങളുടെ സഹവാസത്തിലുള്ളവർ കാഫിര്യങ്ങൾക്കെതിരിൽ കാഠിന്യമുള്ളവരും അന്യോന്യം കരുണയുള്ളവരുമാണ്. ചിലപ്പോൾ റുക്കൂഉം സുജൂദും ചെയ്തുകൊണ്ടിരിക്കുന്നവരായി നിനക്കവരെ കാണാം. അവർ അള്ളാഹുവിങ്കൽ നിന്നുള്ള ഔദാര്യവും തൃപ്തിയും തേടുന്നതിൽ വ്യാപൃതരുമാണ്. സുജൂദിൻ്റെ ഫലമായുള്ള ഭയഭക്തിയുടെ അടയാളം അവരുടെ മുഖത്തുണ്ട്. ഇതാണ് തൗറാത്തിൽ അവരെക്കുറിച്ചുള്ള വർണ്ണന. ഇഞ്ചീലിൽ അവരെക്കുറിച്ചുള്ള വർണ്ണന ഒരു കൃഷി പോലെയാണ്. അത് ആദ്യമായി അതിൻ്റെ മുളയെ പുറത്താക്കി പിന്നീട് അതിനെ ശക്തിപ്പെടുത്തി അനന്തരം ആ കൃഷി പിന്നെയും പുഷ്ടി പ്രാപിച്ച് കൃഷിക്കാരെ ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് തൻ്റെ തണ്ടിന്മേൽ നിവർന്ന് നിലകൊണ്ടു. ഇതേ നിലയിൽ സ്വഹാബാക്കൾ ആദ്യം ബലഹീനരായിരുന്നു, പിന്നീട് ദൈനംദിനം അവരുടെ ശക്തി വർദ്ധിച്ചു കൊണ്ടുപോയി.
ഈ നിലയിലാണ് അവരെ അള്ളാഹു വളർത്തി വലുതാക്കിയത്. അവർ മുഖേന അള്ളാഹു കാഫിര്യങ്ങളുടെ ഹൃദയങ്ങളെ എരിയിപ്പിക്കാനാണ്. അവരിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് അള്ളാഹു പാപമോചനവും മഹത്തായ പ്രതിഫലവും വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഈ ആയത്തിൽ ബാഹ്യമായി റുക്കൂ, സുജൂദ്, നമസ്കാരം എന്നിവയുടെ മഹത്വമാണ് അധികമായും ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. അത് വളരെ വ്യക്തമാണ്. എന്നാലും കലിമത്ത് ത്വയ്യിബയുടെ രണ്ടാം ഭാഗമായ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വവും ഇതിൽ നിന്ന് വ്യക്തമാണ്. ഇമാം റാസി റളിയല്ലാഹു അൻഹു എഴുതിയിരിക്കുന്നു, ഹുദൈബിയ സന്ധിയിലെ കാഫര്യങ്ങളുടെ നിഷേധ സ്വഭാവത്തെക്കുറിച്ച് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് എഴുതരുത്, മുഹമ്മദ് ബിൻ അബ്ദുള്ള എന്ന് എഴുതാവൂ എന്നുമുള്ള അവരുടെ നിർബന്ധത്തെക്കുറിച്ചും ഈ ആയത്തിന് മുകളിലുള്ള ആയത്തിൽ മുഹമ്മദ് അള്ളാഹുവിൻ്റെ ദൂതനാണ്, അള്ളാഹു തന്നെ സാക്ഷ്യം വഹിക്കുന്നു എന്നും അള്ളാഹു തആല പറഞ്ഞിരിക്കുന്നു. ഇന്നയാൾ എൻ്റെ ദൂതനാണ് എന്ന് അയക്കുന്നവൻ സ്വയം സമ്മതിക്കുമ്പോൾ 1,00,000 പ്രാവശ്യം ആര് തന്നെ നിഷേധിച്ചാലും അവൻ്റെ നിഷേധം കൊണ്ട് എന്തുണ്ടാവാനാണ്? ഈ സാക്ഷ്യത്തിൻ്റെ സ്ഥിരീകരണത്തിന് വേണ്ടിയാണ് അള്ളാഹു ജല്ല ജലാലു മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് സൂറത്തുൽ ഫത്ത് 48-49 വചനങ്ങളാണ്. ഇതുകൂടാതെ ഈ പരിശുദ്ധ ആയത്തിൽ മറ്റു പല വിഷയങ്ങളുമുണ്ട്. അക്കൂട്ടത്തിൽ ഒന്ന് മുഖത്ത് സുജൂദിൻ്റെ അടയാളം വെളിപ്പെട്ടു കാണുന്നതിൻ്റെ മഹത്വമാണ്. ഇതിൻ്റെ വ്യാഖ്യാനത്തെപ്പറ്റി പല അഭിപ്രായങ്ങളുമുണ്ട്. അതിലൊന്ന് രാത്രി ഉറക്കമൊഴിഞ്ഞ് ഇബാദത്ത് ചെയ്യുന്നവരുടെ മുഖത്ത് തെളിഞ്ഞു കാണുന്ന പ്രകാശവും ബർക്കത്തുകളുമാണ് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ്. ഇമാം റാസി റളിയല്ലാഹു അൻഹു എഴുതുന്നു, ഈ കാര്യം വളരെ ഉറപ്പായ ഒന്നാണ്. അതായത് രണ്ടാളുകൾ ഉറക്കമൊഴിയുന്നു എന്നിരിക്കെ അതിലൊരാൾ കളി തമാശകളിൽ വ്യാപൃതനാവുകയും മറ്റേയാൾ നമസ്കാരം, ഖുർആന്, ഇൽമ് പഠിക്കൽ എന്നിവയിൽ വ്യാപൃതനാവുകയും ചെയ്യുന്നു. പിറ്റേ ദിവസം രണ്ടുപേരുടെയും മുഖപ്രകാശത്തിന് വ്യത്യാസമുണ്ടായിരിക്കുന്നതാണ്. കളി തമാശകളിൽ വ്യാപൃതനായി കഴിഞ്ഞവൻ രാത്രി മുഴുവൻ ദിക്റിലും ശുക്രിലും കഴിഞ്ഞവനെ പോലെയാവുക എന്നത് സാധ്യമേയല്ല. മൂന്നാമതായുള്ള ഒരു പ്രധാന കാര്യം, ബഹുമാനപ്പെട്ട സഹാബാക്കളെ റളിയല്ലാഹു അൻഹും ചീത്ത പറയുന്നവരും അവരോട് കോപിച്ചു കഴിയുന്നവരും കാഫിറാണെന്നുള്ളതിന് ഈ ആയത്ത് തെളിവാണെന്ന് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അവർകളും ഒരു സംഘം ഉലമാക്കളും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ്. വിശ്വസിച്ചവർക്ക് അള്ളാഹുവിനെ ഓർമ്മിക്കുന്നതിന് വേണ്ടി അവരുടെ ഹൃദയങ്ങൾ ഭയന്ന് താഴുന്നതിന് സമയമായില്ലേ? സൂറത്ത് ഹദീദ് 16. استهوذ عليهم الشيطان فأنساهم ذكر الله أولئك حزب الشيطان ألا إن حزب الشيطان هم الخاسرون. ഈ ആയത്തിന് മുമ്പ് മുനാഫിക്കുകളെ പറ്റി പറഞ്ഞിരിക്കുന്നു. ശൈത്വാൻ അവരുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞു. അപ്പോൾ അവൻ അവർക്ക് അള്ളാഹുവിൻ്റെ ദിക്റിനെ വിസ്മരിപ്പിച്ചു. അവർ ശൈത്വാൻ്റെ പാർട്ടിയാണ്. അറിഞ്ഞുകൊള്ളുക, നിശ്ചയമായും ശൈത്വാൻ്റെ പാർട്ടി തന്നെയാണ് നഷ്ടക്കാർ. സൂറത്തുൽ മുജാദില 19. ഫൈദാ ഖുദിയത്തിസ് സ്വലാത്തു ഫന്തശിറൂ ഫിൽ അർദി വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ് വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ. പിന്നീട് അഥവാ ജുമുഅ നിസ്കാരം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിക്കുകയും അള്ളാഹുവിൻ്റെ ഔദാര്യം തേടുകയും ചെയ്യുക. ഈ ദുന്യവിയായ ജോലികളിൽ വ്യാപൃതരാകൽ നിങ്ങൾക്ക് അനുവദനീയമാണ്. എന്നാൽ അതിലും അള്ളാഹു തആല അധികമായി നിങ്ങൾ ദിക്ർ ചെയ്തുകൊണ്ടിരിക്കുക, നിങ്ങൾ വിജയം പ്രാപിക്കുന്നതിന് വേണ്ടി. സൂറത്തുൽ ജുമുഅ 10. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ് വമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. സത്യവിശ്വാസികളെ, നിങ്ങളുടെ മുതലും നിങ്ങളുടെ സന്താനങ്ങളും അള്ളാഹുവിൻ്റെ ദിക്റിൽ നിന്ന് അവൻ്റെ ഓർമ്മ വിട്ട് നിങ്ങളെ അശ്രദ്ധരാക്കാതിരിക്കട്ടെ. വല്ലവരും അങ്ങനെ ചെയ്താൽ അവൻ തന്നെയാണ് നഷ്ടവാളികൾ. സൂറത്തുൽ മുനാഫിഖൂൻ 9. കാരണം ഈ വസ്തുക്കളെല്ലാം ദുനിയാവിൽ തന്നെ അവസാനിച്ചു പോകുന്നവയും അള്ളാഹുവിൻ്റെ ഓർമ്മ ആഖിറത്തിൽ പ്രയോജനം ചെയ്യുന്നതുമാണ്. വമൻ യുരിദു അൻ ദിക്രി റബ്ബിഹി യസ്ലുകുഹു അദാബൻ സഅദാ. ആരെങ്കിലും തൻ്റെ പരിപാലകൻ്റെ ഓർമ്മ വിട്ട് മുഖം തിരിച്ചു പോയാൽ അവനെ അള്ളാഹു തആല കഠിന ശിക്ഷയിൽ പ്രവേശിപ്പിക്കുന്നതാണ്. സൂറത്തുൽ ജിന്ന് 17. വഅന്നഹു ലമ്മാ ഖാമ അബ്ദുല്ലാഹ് യദൂഹു ഖാദു യകൂനൂന അലൈഹി ലിബദാ കുല്ലിന്നമാ അദൂ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദ. അള്ളാഹുവിൻ്റെ പ്രത്യേക ദാസൻ
അതായത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ വിളിക്കാനായി നിൽക്കുമ്പോൾ ഈ കാഫിരിങ്ങൾ ആ ദാസന്റെ മേൽ കൂട്ടം കൂടി ഞെരുക്കമുണ്ടാക്കാൻ ഒരുങ്ങുന്നു. താങ്കൾ പറയുക, ഞാൻ എൻ്റെ രക്ഷിതാവിനെ തന്നെ വിളിക്കും, അവനോട് ഞാൻ ആരെയും പങ്കു ചേർക്കുകയില്ല. സൂറത്തുൽ ജിന്ന് 19-20. വദ്കുരിസ്മ റബ്ബിക വതബത്തൽ ഇലൈഹി തബ്തീല. തങ്ങളുടെ രക്ഷിതാവിൻ്റെ തിരുനാമം പറഞ്ഞുകൊണ്ടിരിക്കുകയും എല്ലാവരോടുമുള്ള ബന്ധം ഏർപ്പെടുത്തി അവനിലേക്ക് മാത്രം ശ്രദ്ധ തിരിച്ചവരായിരിക്കുകയും ചെയ്യുക. മുസമ്മിൽ 8. വദ്കുരിസ്മ റബ്ബിക ബുക്റതൻ വഅസീല വമിനൽ ലൈലി വസ്ജുദ് ലഹു വസബ്ബിഹു ലൈലൻ തവീല ഇന്ന ഹൗലാഇ യുഹിബ്ബൂനൽ ആജില വയദറൂന വറാഅഹും യൗമൻ സകീല. രാവിലെയും വൈകുന്നേരവും തങ്ങളുടെ രക്ഷിതാവിൻ്റെ തിരുനാമം ഉച്ചരിച്ചു കൊണ്ടിരിക്കുക. രാത്രിയിൽ ഒരു ഭാഗം അവന് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുകയും രാത്രിയിൽ വലിയ ഭാഗവും അവന് തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുക. ഇതുകൊണ്ടുള്ള ഉദ്ദേശം തഹജ്ജുദ് നമസ്കാരമാണ്. തങ്ങളുടെ എതിരാളികളായ ഇക്കൂട്ടർ ദുനിയാവിനെ പ്രിയം വെക്കുന്നു. അവർക്ക് വരാനിരിക്കുന്ന ഭാരിച്ച ഒരു ദിവസത്തെ അവർക്ക് പിന്നാലെ അവർ വിട്ടുകളയുകയും ചെയ്തിരിക്കുന്നു. സൂറത്തുൽ മുസമ്മിൽ 25-27. وَإِنْ يَكَادُ الَّذِينَ كَفَرُوا لَيُزْلِقُونَكَ بِأَبْصَارِهِمْ لَمَّا سَمِعُوا الذِّكْرَ وَيَقُولُونَ إِنَّهُ لَمَجْنُونٌ. ഈ കാഫിരീങ്ങൾ ദിക്ർ അഥവാ ഖുർആൻ കേൾക്കുമ്പോൾ അവരുടെ നോട്ടം കൊണ്ട് ശത്രുതയുടെ കാഠിന്യത്താൽ തങ്ങളെ തള്ളിവീഴ്ത്താൻ ഭാവിക്കുന്നത് പോലെ തോന്നുന്നു. ഇദ്ദേഹം തനി ഭ്രാന്തനാണല്ലോ, നഊദു ബില്ലാഹ് എന്നവർ പറയുകയും ചെയ്യുന്നു. സൂറത്തുൽ കലം 51. നോട്ടം കൊണ്ട് തള്ളിവീഴ്ത്തുക എന്നത് ശത്രുതയുടെ കാഠിന്യത്തെക്കുറിച്ച് ഉള്ള അലങ്കാര പ്രയോഗമാണ്. അവൻ്റെ നോട്ടം കണ്ടാൽ തിന്നുകളയുമെന്ന് തോന്നുന്നല്ലോ എന്ന് നമ്മുടെ നാടുകളിൽ സാധാരണ നമ്മൾ പറയാറുള്ളത് പോലെ ആർക്കെങ്കിലും കണ്ണേറ് പറ്റിയാൽ ഈ ആയത്ത് ഓതുന്നത് ഫലപ്രദമാണെന്ന് ഹസൻ ബസരി തങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഖദ് അഫ്ലഹ മൻ തദക്ക വദക്കറ ഇസ്മ റബ്ബിഹി ഫസല്ല. നിശ്ചയമായും ദുസ്വഭാവങ്ങളിൽ നിന്നും പരിശുദ്ധനാവുകയും തൻ്റെ റബ്ബിൻ്റെ തിരുനാമം സ്മരിച്ചു കൊണ്ടിരിക്കുകയും നമസ്കരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തവൻ വിജയിച്ചു. സൂറത്ത് അഅ്ല 14-15. ഇതുപോലെ ദിക്റിനെ കുറിച്ചുള്ള അനവധിയായ ഖുർആൻ വചനങ്ങൾ പല ഭാഗത്തും ഖുർആനിൻ്റെ പല സൂറത്തുകളിലായി ഉൾക്കൊണ്ടിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ സ്മരണ, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അറിയുക, മനസ്സിന് സമാധാനം കിട്ടുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ദിക്ർ, അത് ഏത് ദിക്റായാലും, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന് തുടങ്ങുന്ന അനന്തമായ ദിക്റുകളുടെ പരമ്പര തന്നെ അതിൻ്റെതായ ഒരുപാട് കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയും. അതെല്ലാം ജീവിത വിജയത്തിന് ഉപയോഗപ്പെടുത്താൻ നാം ശ്രമിക്കുക. ജീവിതത്തിൻ്റെ ഒരു തുറയിലും അള്ളാഹു എന്ന ചിന്ത വിട്ടുകളയാതിരിക്കുക. ഏറ്റവും ചുരുങ്ങിയത് എല്ലാ പ്രയാസഘട്ടങ്ങളിലും അള്ളാഹുവെ എന്നിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയെങ്കിലും ചെയ്താൽ അള്ളാഹുവിൻ്റെ സ്മരണ നിലനിർത്തുന്നതിൽ നാം വിജയിച്ചു എന്ന് പറയാം. അങ്ങനെ ജീവിച്ച് മരിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അവസാന ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഉച്ചരിച്ചുകൊണ്ട് മൗത്ത് നീങ്ങുന്നവരുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.